എല്ലാം കിട്ടിയോ? So you are right now in a Devrai. तेरी जगह क्या बेटा बाप पे इसका നമുക്കുള്ളൊരു ഭാഗ്യം വെച്ചിട്ട് ബാംബു പിച്ച് പേപ്പർ അല്ലെ മലബാർ പിച്ച് പേപ്പറിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാലേ നമ്മളറിയത്തുള്ളൂ. उधर बकरी बांधा था तो उसको पहले 2-3 दिन चिल्लाने को नहीं क्या मारा तो वैसे वो चिल्ला गया मैं तो आवाज सुन के ऊपर से आया. तुम्ही गाणं म्हणा तिथं तो प्रेम तुझ्यावर करते मी. അങ്ങനെ മഹാരാഷ്ട്രയിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര മഹാരാഷ്ട്രയിലെ മുൾഷി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ അതിരാവിലെ തന്നെ നമ്മൾ പൂനെയിൽ നിന്ന് യാത്ര ആരംഭിച്ചിരുന്നു. ഒരു 6:30 നമ്മൾ മുൾഷിയിലേക്ക് വന്ന ചാമണിഘട്ടിലെത്തി അവിടെ വണ്ടി നിർത്തി. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ വാട്ടർ സാമ്പിൾ എടുക്കാനായിട്ടും ഡാമിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ രാവിലത്തെ ഇവിടുത്തെ വ്യൂ ഒക്കെ കുറച്ചു നേരം കണ്ടു നിന്നിട്ട് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് മുൾഷി ഡാമിന്റെ റിസർവയറിലേക്കുള്ള നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ ബസ് നിർത്തിയിടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുൾഷി ഡാമിന്റെ ചെറിയൊരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കാണുന്ന മലനിരകൾ സഹ്യദ്രി മലനിരകളുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സൈറ്റിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വാട്ടർ സാമ്പിൾ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, അതുപോലെ പ്ലാങ്ടൺ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, അതുപോലെ വെള്ളത്തിന്റെ ടർബിഡിറ്റി, അതുപോലെ pH ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ പ്ലാങ്ടൺ എന്ന് നമ്മൾ പറയുന്നത് വെള്ളത്തിൽ ജീവിക്കുന്നതായ ഒരുതരം സൂക്ഷ്മജീവികളെയാണ്. അതിപ്പം ബാക്ടീരിയ ആവാം, ആൽഗെ ആവാം, പ്രോട്ടോസോവ ആവാം. അപ്പം മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് ഇവയെ കാണാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാട്ടർ സാമ്പിൾ മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ കോളേജിൽ പോയിട്ട് അത് അനാലിസിസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെള്ളത്തിന്റെ വേറെയും കുറച്ച് പ്രോപ്പർട്ടീസ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ടർബിഡിറ്റി അഥവാ വെള്ളത്തിലുള്ള കലക്ക് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ടാബിലോട്ടാണ്. Pro in it, then you can connect all the 3 sensors together and you can take the measurement. But this don't go with this because this is the digital sensor. അപ്പോൾ ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ടാബിലോട്ടാണ്. അപ്പോൾ ഒരേ സമയം പല ഇൻസ്ട്രുമെന്റ്സ് ഈ ടാബിൽ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. This is the digital display sensor. This is the chemical sensor. Watch this portion. Okay. So now this like this, and then you check with the measurement. It should be 100. This will give you the water pH. So this is the storage sample. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് വെള്ളത്തിന്റെ pH അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ ഈ കിറ്റ് വരുന്ന ഒരു ചെറിയ ടാബ്ലറ്റ് നമ്മൾ ഒരു ട്യൂബിലേക്ക് ഇട്ടിട്ട് അതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കിറ്റിന്റെ കൂടെ തന്നെ വരുന്ന ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിന്റെ pH നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതല്ലാതെ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്നത് പോലെ pH പേപ്പർ ഉപയോഗിച്ച് വെള്ളത്തിന്റെ pH അളക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 6നും 7നും ഇടയിലൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 7 ന്യൂട്രൽ ആയതുകൊണ്ട് നമുക്ക് ന്യൂട്രൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരു ടെസ്റ്റാണ്, വെള്ളത്തിലെ ഫീക്കൽ പ്രസൻസ് അഥവാ മലത്തിന് അംശം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്ന ഡാർക്ക് റെഡ് ഫീക്കൽ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കാണുന്നത്, അഥവാ അതൊരു ബ്രൗൺ കളറിലേക്ക് ആ സൊല്യൂഷൻ മാറുന്നത്. ഇതതുപോലെ വെള്ളത്തിലെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് നേരത്തെ കാണിച്ച അതേ ടാബിലോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ലൈവ് ട്രാൻസ്ഫർ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് മേളിലോട്ടാണ് നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടുന്ന് കുറച്ച് കഷ്ടപ്പെട്ടാണ് നമ്മൾ മേളിലോട്ട് വലിഞ്ഞു പിടിച്ച് കയറിയത്. പക്ഷെ മേളിൽ ചെന്നപ്പോൾ അത് വർത്തായിരുന്നു എന്ന് മനസ്സിലായി. കാരണം നല്ലൊരു ലാൻഡ്സ്കേപ്പിലോട്ടാണ് നമ്മൾ ചെന്ന് കയറിയത്. അപ്പോൾ ഇനി ഇവിടെ നമുക്കൊരു മരം തപ്പിയിട്ടുള്ള നമ്മുടെ യാത്ര. അങ്ങനെ കുറച്ച് അനാവശ്യ സാഹസികതയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് വന്ന റോഡിൽ തന്നെ എത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥാണ് വഴി പറഞ്ഞത്. അങ്ങനെ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു മരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ സയൻറ്റിഫിക് നെയിം, അതുപോലെ ഈ മരത്തിൻ്റെ തടിയുടെ വീതി, ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാൻഡ്സ്കേപ്പ് എന്തൊക്കെ മരങ്ങളാണ് കാണുന്നത്, അതുപോലെ അതിൻ്റെ ഫ്രീക്വൻസി അളക്കാൻ വേണ്ടിയിട്ടാണ്. മരത്തിൻ്റെ വീതി എടുക്കുകയാണ്. എത്ര ഉണ്ടോ? 39.
39 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രാൻസാക്ട് ഇവിടുത്തേത് കഴിഞ്ഞു. ഇനി നമ്മൾ ബസ്സിൻ്റെ അടുത്തോട്ട് പോയിട്ട് അവിടെ നമ്മൾ അടുത്ത ട്രാൻസാക്റ്റിലോട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും ബസ് ബാക്കിയുള്ളവരെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു തോട്ടിൽ കുറച്ച് നേരം ഇവിടെ വിശ്രമിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് വന്നു. ഒരുപാട് ജനവാസം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ല ക്ലീനും ക്ലിയറുമാണ്. വേറെ പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള ടീമുകൾ അവിടെ പോയി വീണിട്ടൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ബാക്കി വെള്ളത്തിൻ്റെ സർവേ ഇവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ആ തോട്ടിലോട്ട് തന്നെ പോയി. അപ്പോഴാണ് നമ്മുടെ കൂടുതലൊരാൾക്ക് ഒരു കല്ല് കിട്ടിയത് നമ്മളെ കാണിച്ചത്. അപ്പോൾ ഇത് എന്ത് റോക്കാണ് നമുക്ക് കറക്റ്റ് ഉറപ്പില്ല, പക്ഷേ ഇതൊരു ജിയോഡാണെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ജിയോഡെന്ന് പറയുന്നത് അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് ലാവ ഒഴുകുമ്പോൾ അത് പെട്ടെന്ന് കൂൾ ഡൗൺ ആയി അതിൽ എയർ പോക്കറ്റ് ഫോം ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫോം ചെയ്യുന്ന ക്രിസ്റ്റലാണ് ജിയോഡെന്ന് പറയുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലും അതുപോലെ ഡെക്കൻ പ്ലാറ്റ്യൂസിലെ റിവർ ബെഡ്സ് ഒട്ടാകെ നമുക്ക് ഇതുപോലെ പല ക്രിസ്റ്റൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ച് നമ്മളും തപ്പാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അങ്ങനെ നമുക്ക് അതുപോലെ തന്നെ വേറെ 1-2 കല്ല് അവിടെ നിന്ന് തന്നെ കിട്ടി. അന്നേരം എല്ലാവരും കല്ലുവേട്ട ആരംഭിച്ചു. അവിടെയുള്ള ഒരു കല്ല് പോലും നമ്മൾ വെറുതെ വിടാതെ എല്ലാ കല്ലും എടുത്ത് നോക്കുന്നുണ്ട്. ഷോ യുവർ ഫോൺ. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിന് ഒഴുക്കുണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സാറ് ഡോക്ടർ സൗഗത്ത നമ്മളെ വേറൊരു ഇൻസ്ട്രുമെന്റ് പരിചയപ്പെടുത്തി. അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ ഒഴുക്കളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ കളക്ട് ചെയ്യുന്ന നേരത്തെ കാണിച്ച അതേ ടാബിലേക്കാണ്. നമ്മളങ്ങനെ ഇവിടെ വെള്ളത്തിൽ കാലിട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരുപാട് മീനുകൾ വന്ന് കാലേ കൊത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അപ്പോൾ ഫോൺ അടിച്ചു പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പുകളും ഈ ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒഴുക്കെടുക്കണമായിരുന്നു. അപ്പോൾ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് മാറിയും തിരിഞ്ഞും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് വെള്ളത്തിൽ വീഴുന്നുണ്ട്, അതുപോലെ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് നടക്കുന്ന വഴിയാണ് ഒരു പ്രത്യേകതരം കല്ല് നമുക്ക് അവിടെ വെള്ളത്തിൽ കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ ചെന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തപ്പോഴത്തേക്ക് നല്ല ഡാർക്ക് ഗ്രീൻ കളർ ഒരു ക്രിസ്റ്റലാണ്. അപ്പോൾ ഇത് സർപ്പൻറ്റൈൻ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. ഒരുപാട് വിലപിടിപ്പില്ലെങ്കിൽ പോലും ഓർണമെന്റ്സും അതുപോലെ മറ്റ് ആഭരണങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു കല്ലാണ്. അപ്പോൾ ഫുഡ് നമ്മൾ പറഞ്ഞിരുന്ന അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഒരു അമ്മച്ചി നമ്മൾ പരിചയപ്പെട്ടത്. ആൾ നമ്മളെക്കാളൊക്കെ വേറെ വൈബാണ്. അപ്പോൾ ഒരു ആടിൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് നമ്മൾ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നത്. नाव काय आहे तुमचं? माझं इंदुमती. 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 नागपूरचं सासर आहे. हां हां हां. आणि नागपूरला? हा, आणि खोपोलीचा जन्म आहे. अरे वा. आणि पुण्यात राहते. पूर्वांचं ना धरण कुठलं होतं. അപ്പോൾ അമ്മച്ചിയുടെ പേര് ഇന്ദുമതി എന്നാണ്. അപ്പോൾ മക്കളായിരുന്നെങ്കിൽ ഇവിടെ സ്ഥലത്തില്ല, എല്ലാവരും ഡോക്ടർ എഞ്ചിനീയറൊക്കെ ആയിട്ട് പുറത്ത് ജോലി ചെയ്യാനാണ് പറയുന്നത്. एक डॉक्टर आहे, एक അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടും കുറേ നേരം അമ്മച്ചിയുടെ അടുത്തിരുന്ന് സംസാരിച്ചു. അമ്മച്ചി കഴിച്ചു കഴിയുന്നവരെയും നമ്മുടെ അടുത്തിരുന്ന് കാര്യം പറയുമായിരുന്നു. അപ്പം സംസാരിക്കാൻ ആളെ കിട്ടിയോണ്ട് തന്നെ ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. आणि काम करा, तुमचा व्हिडिओ तो रेकॉर्ड करतोय, तुम्ही पर्यंत गाणं म्हणा, तुम्ही पर्यंत गाणं म्हणा. अरे पण ते यायलाच पाहिजे ना आवाज. काय करा, जेवढं येईल तेवढं म्हण. അപ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തരാമെന്ന് ചോദിച്ചപ്പം നമുക്ക് നല്ലൊരു പാട്ടും പാടി തന്നിട്ടാണ് അവിടെ നമ്മളെ വിട്ടത്. छान गाता तुम्ही. खूपच छान गाता तुम्ही. अगं माझं काय सांगू तुला, मला कुठं कुठं लोक घेऊन जातात मग माहिती का याच्यामुळं. एक आवाज, बोकड्याचा आवाज तर येडेच होत, पण भाषा बसलाय ते प्रेमच नाही का? हा, म्हणा. प्रेम तुझ्यावर करीचे मी रे, सांगितल्या ओळख तू रे, प्रेम तुझ्यावर. അപ്പോൾ അമ്മച്ചിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ അടിപൊളി ഒരു കമ്പൊക്കെ കുത്തിയിട്ടാണ് നടക്കുന്നത്. ഇതിലെന്തോ ഒരു എംബ്ലം പോലെ ഒരു സാധനമൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. चल मी धरलंय, चल चल धरलंय. അങ്ങനെ ഇവിടെ ചെറുതായിട്ട് മഴ പൊടിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഉള്ളിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെയും കുറെ കഥകൾ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. विचारलं तुमचे देव कुठले आहेत, तेवढ्यात वाघ आला. म्हणलं वाघ जाई आमच्या माहेरची. वाघ जाई. तो घाबरला. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ അവിടുത്തെ വഗോബ എന്ന് പറഞ്ഞ ദേവിയെ പറ്റിയാണ്. അപ്പോൾ വാഗെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവ എന്നാണ് അർത്ഥം. അപ്പം വഗോബ എന്ന് പറയുന്നത് അവിടുത്തെ ടൈഗർ ഗോഡസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ദൈവം ഉണ്ടെന്ന് ചോദിച്ചൊരു ചോദ്യത്തിന് അമ്മച്ചി അവിടെ മറുപടി കൊടുത്തതാണ്, ഞങ്ങൾക്കുള്ള ദേവി വഗോബ അഥവാ ടൈഗർ ഗോഡസ് ആണെന്നുള്ള കഥയാണ് പറയുന്നത്. म्हणतो ना, खरंच
അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളോട് തിരിക്കാനായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇനിയും 2 സൈറ്റോട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ അവിടെ അമ്മച്ചിയുടെ അടുത്ത് ബായും പറഞ്ഞിട്ട് നമ്മൾ യാത്ര തിരിച്ചു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ 3ാമത്തെ ഫീൽഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എക്കോസിസ്റ്റം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പോയതിലും കുറച്ചുകൂടെ തിങ്ങിക്കൂടിയ കാടുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കാടിന് കുറച്ചുള്ളിലേക്ക് കയറുവാണ്. എന്തെങ്കിലും കിട്ടിയോ? മയൂരേശ്വറിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, അവിടെ നമ്മൾ കണ്ട പോലത്തെ ഒരു ഫോറസ്റ്റ് അല്ല ഇവിടെ കാനോപ്പി ഉള്ളതുകൊണ്ട് തന്നെ അണ്ടർഗ്രോത്ത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാടുകളിലാണ് നമുക്ക് ഒരുപാട് തരം ആംഫീബിയൻസിനെ അതുപോലെ റെപ്റ്റൈൽസിനെയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പം മലബാർ പിറ്റ് വൈപ്പർ അതുപോലെ ബാംബൂ പിറ്റ് വൈപ്പറിനെയൊക്കെ ഒരുപാട് കാണാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. നമുക്കുള്ളൊരു ഭാഗ്യം വെച്ചിട്ട് ബാംബൂ പിറ്റ് വൈപ്പർ അല്ലെ മലബാർ പിറ്റ് വൈപ്പറിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാലേ നമ്മളറിയത്തുള്ളൂ. പക്ഷെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ അത്യാവശ്യം ഹേപ്പിങ്ങിന് പോകുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് സ്പോട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ പാമ്പിനെ ഒന്നും സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ മാത്തരാനി പോയപ്പോൾ നമുക്ക് കിട്ടിയ ബാംബൂ പിറ്റ് വൈപ്പറിനെയും 1-2 വേറെ പാമ്പുകളുടെയും ക്ലിപ്പ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. We are at Matharan right now and this here is the bamboo pit viper. അപ്പോൾ മാത്തരാനി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് തരം ഫ്രോഗ് വെറൈറ്റീസിനെ അതുപോലെ സ്നേക്സിനെയും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 1-2 മാസം മുന്നേ നമ്മളവിടെ ഒരു ഹെർപ്പിംഗ് ട്രെയിലിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലിപ്സാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ കാടുകളുടെ കനോപ്പി നമുക്ക് അളക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഡെൻസോമീറ്റർ. സോ നമ്മൾ ഇതൊരു കോൺവെക്സ് മിററാണ്. ഇതിൽ ഈ ക്യാനപ്പി കാണും. ഈ ക്യാനപ്പി കാണുന്നിടത്ത് ഇവിടെ ഒരു 24 സ്ക്വയർസ് കിടപ്പുണ്ട്. ഈ സ്ക്വയർസിൻ്റെ കോൺട്രി നമ്മൾ നോക്കും എവിടെല്ലാം ആകാശം കാണുന്നുണ്ടെന്ന്. ആകാശം കാണുന്നിടത്ത് നമ്മൾ ഇത് മാർക്ക് ചെയ്യും. അങ്ങനെ 24 സ്ക്വയർസിനും കൂടി 96 കോണറുകളുണ്ട്. അപ്പോൾ ആകാശം കാണുന്ന ഓരോ കോണറും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതിന് പിന്നീടൊരു കണക്കുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ശതമാനം കാടാണ് നമ്മുടെ മുകളിൽ കവർ ചെയ്ത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റോഡിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മലമുകളിൽ നിന്നൊരു വെള്ളച്ചാട്ടം വരുന്നൊരു സീൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ മുൾച്ചി എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ എല്ലാ ദിശയിലും ഇതുപോലെ മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തായി പോകുന്നത് ഒരു ദേവരായിലേക്കാണ്. അപ്പോൾ ദേവരായ എന്ന് പറയുന്നത് സേക്രഡ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി കൺസർവേഷൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ഫീൽഡിലേക്ക് പോകുന്നത്. So you are right now in a Devrai. Okay. So this is a community conserved area. So there is a say that if someone need suppose someone daughter is getting married, someone needs some wood. So in the Devrai, so this is the old actually a Devrai. This is nothing like the mandir established little later, but this is how people used to worship. So if you see this rock, people used to put a flower over the rock, and they ask for if the flower fall in this side, then I can take. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കമ്മ്യൂണിറ്റി കൺസർവേഷൻ്റെ മോഡലാണ്. അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസം വെച്ചിട്ട് ഈ കാടുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ദേവിയുടെ സമ്മതത്തോടു കൂടി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനായിട്ട് ഒരു പൂ വെച്ചിട്ട് അതൊരു കല്ലിൻ്റെ ഏത് ദിശയിലേക്കാണ് വീഴുന്നതെന്നനുസരിച്ച് ഒന്നെങ്കിൽ ആ സാധനം കാട്ടിൽ തന്നെ വെച്ചിട്ട് പോവുകയോ അല്ലെങ്കിൽ ഇത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്നത് ഹോർഷൂ നോസ്റ്റ് ബാറ്റ് ആണ്. അപ്പോൾ ഇതിന് മൂക്കൊരു കുതിരയുടെ കുളമ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ വവ്വാലിന് ഇങ്ങനെ ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഇത് നമുക്ക് അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നിലോട്ട് വന്നപ്പോഴത്തേക്കും കിട്ടിയിട്ടുള്ള ഒരു സൈറ്റിംഗ് ആണ്. അപ്പം വവ്വാലുകളുടെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്റ്റർബ്ഡ് അല്ലാത്ത സ്ഥലങ്ങളിലാണ് അവർ കൂടുതലും താമസിക്കുന്നത്. അപ്പോൾ ഈ ദേവരായക്കാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഹ്യൂമൻ ഡിസ്റ്റർബൻസ് ഒരുപാട് പറ്റാത്ത പല ജീവികൾക്കും ഇവിടെ കഴിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തതിന് ശേഷം അതിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ബാക്കി സർവേ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിവിടെ സർവേ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിലെ ഒരാൾ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുമെന്ന് തിരക്കാനായിട്ട് വന്നു. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് സർവേ എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ കാടുകളെ പറ്റിയും 1-2 കാര്യങ്ങൾ പുള്ളി പറയുന്നത് എനിക്ക് കേട്ടറിയാം. पीने खाने वाले सुनते नहीं है. अभी आप सुन रहे मेरी बात, मगर पीने खाने वाले तेरी जगह क्या, तो क्या बाप है क्या इसका, ये जगह क्या, ऐसे आड़ा बोलते. वैसा नहीं मांगता. प्यार से बोलो, तुमको जगह भी देंगे. भाई इधर मत बैठो, मंदिर है, नीचे जाओ, नीचे उधर बैठो. मंदिर के आजू बाजू मत बैठो. मगर ये सुनते नहीं है. पीने वाला कभी सुनता है? अपनी बात क्यों नहीं सुना पीने वाला? അപ്പോൾ ഇവിടെയും വെള്ളം അടിക്കാനായിട്ട് ആൾക്കാരൊക്കെ വന്നിരിക്കാറുണ്ട്. എന്നിട്ട് അതിൻ്റെ വേസ്റ്റും ബാക്കി പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ കേൾക്കത്തില്ല, നമ്മുടെ അടുത്ത് സ്നേഹത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് തർക്കിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞത്. और इधर ज़्यादा मतलब
അപ്പോൾ ഈ പ്രദേശത്ത് അടുത്തിടെ കടുവ ഇറങ്ങിയ കഥയാണ് പുള്ളി പറയുന്നത്. പക്ഷെ നമ്മുടെ അറിവിൽ ഇവിടെ ലെപ്പേർഡ് അല്ലാതെ കടുവയെ കാണാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. उन्होंने पिंजरे में डाल के लेके गए लोग। ഇതർ ഇതർ हाँ इधर के पास उधर बकरी बांधा था, ആ तो उसको पहले 2-3 दिन चिल्लाने को नहीं मारा, ആ तो वैसे वो चिल्ला गया मैं, हाँ, हाँ। तो आवाज सुन के ऊपर से आया, ഓ ठीक है. तो उसके लिए पिंजरा लगाया, हाँ। तो वो फॉरेस्ट वाले लेके गए। അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ആടിനെ കേജ് കെട്ടിയിട്ട് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ വന്ന് വീണ കടുവയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർ തന്നെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. Sunlight to come to the അപ്പോൾ ഈ കാണുന്നത് ഒരു പാരസിറ്റിക് പ്ലാന്റ് ആണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഉള്ളിൽ നിൽക്കുന്ന ഹോസ്റ്റ് പ്ലാന്റിന്റെ തടി അത് അഴുക്കി കളഞ്ഞിട്ട് ഈ പുറത്തൂടെ വളരുന്ന ഈ മരമായിരിക്കും പിന്നീട് മേളിലോട്ട് വളർന്നു കയറുന്നത്. അപ്പോൾ ഇത്രയും കാഴ്ചകളുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.